എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം ഗ്രീൻ വിഷൻ ഇൻസ്പിറേഷൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമുദ്രത്തിലെ അത്ഭുതകരമായ ഒരു സജീവ സാന്നിധ്യമായ ഒലിവ് റിഡ്ലി കടലാമകളെക്കുറിച്ചാണ്. ഒലിവ് റിഡ്ലി കടലാമകൾ ലോകത്തിലെ ഏറ്റവും ചെറുതും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതുമായ കടലാമ ഇനങ്ങളിൽ ഒന്നാണ്. ഇവയുടെ ഹൃദയാകൃതിയിലുള്ള കപ്പ് പുറന്തോട് തിളങ്ങുന്ന ഒലിവ് ഗ്രീൻ നിറത്തിലാണ്. അതിനാലാണ് ഇവയ്ക്ക് ഈ പ്രത്യേക പേര് ലഭിച്ചതും. ഇവ സാധാരണയായി ഇന്ത്യൻ പസഫിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ കാണപ്പെടുന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒഡീഷയിലെ ഖരിത് മാതാ തീരം, ഋഷികുല നദീതീരം, ദേവി നദീതീരം എന്നിവിടങ്ങളിലാണ് ഇവയുടെ കൂട്ടം കാണപ്പെടുന്നത്. ഒലിവ് റിഡ്ലി കടലാമകളുടെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് അരിവാട എന്ന് വിളിക്കുന്ന കൂട്ടുകൂടൽ. ഒരേ സമയം ആയിരക്കണക്കിന് കടലാമകൾ കരയിലേക്ക് വന്ന് മുട്ടയിടുന്നു. ഇത് പ്രകൃതിയിലെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ഒരു പെൺ കടലാമ ഏകദേശം 100 മുതൽ 120 മുട്ട വരെ ഇടുന്നു. 45-60 ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ മുട്ട പൊട്ടിച്ച് കടലിലേക്ക് തിരിച്ചെത്തുന്നു. എന്നാൽ ഇവയുടെ ജീവിതം അത്ര എളുപ്പമല്ല. വാസസ്ഥല നഷ്ടം, പരിസ്ഥിതി മലിനീകരണം, മത്സ്യബന്ധന ബോട്ടുകളുടെ വലയിൽ പെട്ടുപോകൽ തുടങ്ങി ഇവയുടെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തുന്നു. ഒഡീഷയിലെ സർക്കാരും അധികൃതരും പരിസ്ഥിതി പ്രവർത്തകരും ഒലിവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഒഡീഷയിലെ തീരപ്രദേശങ്ങളിൽ ഒലിവ് റിഡ്ലി കടലാമകൾക്ക് മാസീവ് നെസ്റ്റിംഗ് ശ്രദ്ധേയമാണ്. 2025 ഫെബ്രുവരി 21 ഏകദേശം 3 ലക്ഷത്തോളം ഒലിവ് റിഡ്ലി കടലാമകൾ തീരത്ത് എത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ വർഷത്തെ പ്രത്യേകതയായി പകൽ സമയത്താണ് അവയുടെ കൂടൊരുക്കൽ നടന്നത്. ഇത് അത്യപൂർവമാണ്. ഒലിവ് റിഡ്ലി കടലാമകളുടെ പ്രജനന കാലത്ത് അവയെ സംരക്ഷിക്കുന്നതിനായി 2023 ഡിസംബറിൽ ഒഡീഷയിലെ ലിവർ ദ്വീപിൽ നടത്താനിരുന്ന മിസൈൽ പരീക്ഷണം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ മാറ്റിവെച്ചു. പരീക്ഷണ സമയത്തെ ശബ്ദവും വെളിച്ചവും കടലാമകളെ പ്രതികൂലമായി ബാധിക്കും എന്ന് കരുതിയാണ് ഈ തീരുമാനമെടുത്തത്. ഒലിവ് റിഡ്ലി കടലാമകൾ സമുദ്ര പരിസ്ഥിതിയിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ സംരക്ഷണത്തിനായി സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നു. നമ്മുടെ കടലാമകളെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവയുടെ നിലനിൽപ്പിന് മാത്രമല്ല, സമുദ്രത്തിൻ്റെ പരിസ്ഥിതിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും ഇതൊരു നിർണായക ഘടകമാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.